ആദ്യം വിളിക്കുന്നത് കെ എം ഷാജിയാണ്. ഡാ ആവശ്യമില്ലാത്ത പണിയൊന്നും എടുക്കരുത്, പിന്നെ നീ എന്ത് ഭാവിച്ചെന്ന് ചോദിച്ചു. എന്ത് ഷാജിക്ക, നമുക്ക് പിണറായി വിജയൻ സഭയിൽ വേണം എന്ന് പറഞ്ഞിട്ട് ഷാജിക്ക് ആവശ്യം അടിപൊളിയായി എന്ന് പറഞ്ഞു. പിന്നെ തൊട്ട് പറയേണ്ടത് ഞാൻ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ വിളി വരുന്നുണ്ട്. അതേ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നോക്കുമ്പോൾ തന്നെ രമേശ് ചെന്നിത്തല ഫോൺ വരുന്നുണ്ട്. രണ്ടാം റൗണ്ട് കഴിഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാൽ വിളിച്ചത്. നേതാക്കന്മാരൊക്കെ വിളിച്ചത്. ഞാനിങ്ങനെ കാറിൽ ഇരുന്നിട്ട് ഞാനിങ്ങനെ ഡിസ്പ്ലേ നോക്കുമ്പോൾ കാരണം എല്ലാവരും ഫോൺ ഞാനിങ്ങനെ വണ്ടടിച്ച് ഇത് വിളിക്കുന്നത് ഇവർ തന്നെയാണോ നല്ല. ആരോടെങ്കിലും ചോദിച്ചിരുന്നോ ഇപ്പൊ വിളിക്കുന്ന നേരത്തെ നിങ്ങൾക്ക് മുന്നേ ഒന്ന് വിളിച്ചില്ല? പക്ഷെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവരൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ അങ്ങനെ അത് വിളിച്ച് സംസാരിക്കണമെങ്കിൽ അത് വലിയ സന്തോഷം തോന്നി. പിന്നെ എന്താ പറയുക, ആ സമയത്ത് എന്തോ ഒരു മാനസികാവസ്ഥയിലായിരുന്നു, ഒന്നും പറയാൻ പറ്റാതെ. കാരണം ധർമ്മട ആയിരുന്നു. ഞാനിങ്ങനെ ലൈവ് കാണുന്നുണ്ട്, KPC ഓഫീസിലൊക്കെ ധർമ്മടത്തിൻ്റെ പേരിലായിരുന്നു ഇങ്ങനെ ആർപ്പ് വിളികളൊക്കെ. അപ്പോൾ ഇങ്ങനെ പിന്നെ 5ാം റൗണ്ടിലെത്തി. ഞാൻ ആ പത്രക്കാരെ കണ്ട സമയത്ത്, അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ മാധ്യമപ്രവർത്തകരൊക്കെ എല്ലാവരും എൻ്റെ അടുത്തേക്ക് വന്നു. അവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, അവരും എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എല്ലാവരും കൈ തന്നു, അടിപൊളിയാക്കിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് പിണറായി വിജയ സഭയിലേക്ക് പോകുന്നത് ബുദ്ധിയല്ല. സഭയിലേക്ക് പോകുന്നത് നിയമസഭയിലെ ഇനി പ്രതിപക്ഷ നേതാവായിട്ടാണെങ്കിലും ശരി, അല്ല പാർലമെന്ററി പാർട്ടിയുടെ നേതാവായിട്ടാണെങ്കിലും ശരി, എങ്ങനെയാണെങ്കിലും ശരി, സഭയിൽ പോയിരിക്കുന്നത് അത് ബുദ്ധിയല്ല. ഏറ്റവും നല്ല ബുദ്ധി എന്താണെന്നറിയോ? നല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ ധർമ്മടത്ത് നിന്ന് ഇപ്പം വിജയിച്ച് കയറിയിട്ടുണ്ടല്ലോ, സത്യപ്രതിജ്ഞ ചെയ്തിട്ട് മെല്ലെ സ്പീക്കറെ പോയി കാണുക. എന്നിട്ട് ശാരീരികമായ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, തൽക്കാലം രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞ് രാജിവെക്കുക. അതാണ് ഏറ്റവും ബുദ്ധിപരമായ നീക്കം. കാരണം ഒരാപത്ത് അവിടെ കാത്തിരിപ്പുണ്ട്, ഒരപകടം അവിടെ കാത്തിരിപ്പുണ്ട്. മറ്റാരുമല്ല കേട്ടോ, 1000 അപകടങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും അധികം ഭയപ്പെടേണ്ട ഒരു ആപത്ത് നിയമസഭക്കകത്ത് പിണറായി വിജയനെ കാത്തിരിക്കുന്നുണ്ട്. മറ്റാരുമല്ല, KM ഷാജിയാണ്. വേങ്ങരയിൽ നിന്ന് ഷാജിയെ തോൽപ്പിക്കാൻ വേണ്ടി SDPI-കാരനും RSS-കാരനും രാഷ്ട്രീയമുള്ളവനും രാഷ്ട്രീയമില്ലാത്തവനും കച്ചവടക്കാരനും സ്ക്വയറുകാരനും ഒക്കെ ഒരുമിച്ചിറങ്ങിയിട്ട് തോൽപ്പിക്കാൻ നോക്കിയിട്ടും പരാജയപ്പെടുത്താൻ കഴിയാത്ത KM ഷാജി ഇത്തവണ കേരളത്തിൻ്റെ നിയമസഭക്കകത്തുണ്ട്. ഞാൻ പ്രതീക്ഷിക്കുന്നത് അയാൾ വെറും ഒരു MLA ആയിട്ടായിരിക്കില്ല, മറിച്ച് ക്യാബിനറ്റ് പദവിയിൽ KM ഷാജി കേരളത്തിൻ്റെ നിയമസഭക്കകത്തുണ്ടാകും. അപ്പോൾ ആ KM ഷാജി കേരളത്തിൻ്റെ നിയമസഭക്കകത്തുണ്ടാകുമ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ആ നിയമസഭയിലെ ഒരു അംഗമായിട്ട്, ഭരണമില്ലാത്ത അംഗമായിട്ട് പ്രതിപക്ഷ നിരയിൽ പോയിരിക്കുക എന്ന് പറയുന്നത് വലിയ അപകടകരമാണ്. കാരണം ഷാജി കണക്ക് കൂട്ടിയിട്ട് കൃത്യമായി അളന്ന് മുറിച്ചിട്ട് കണക്കുകളൊക്കെ എഴുതി വച്ചിട്ട് തിരിച്ചു തരാനുള്ളതിൻ്റെ പലിശയടക്കം കണക്ക് കൂട്ടിയിട്ടാണ് ഇത്തവണ KM ഷാജി നിയമസഭയിലേക്ക് വരുന്നത്. ഷാജി ലക്ഷ്യമിടുന്നത് ഒറ്റ ഒരാളെയാ. അത് കഴിഞ്ഞ 10 വർഷക്കാലത്തെ കണക്കുകൾ ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി പറയേണ്ടി വരും. എന്താ വഴി ഒന്നേ ഉള്ളൂ, നിയമസഭയിൽ പോകാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ആ അംഗത്വം അങ്ങോട്ട് രാജിവെക്കുക. രാജിവെക്കുക എന്ന് പറഞ്ഞാൽ മുമ്പിൽ വലിയ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. കാരണം ധർമ്മടത്ത് നിന്ന് വിജയിച്ച് കയറിയതാണ്, അതും ആദ്യത്തെ 6 റൗണ്ടുകൾ പിന്നിൽ പോയതിന് ശേഷം അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ യുവജന പോരാളിയോട് 6 റൗണ്ട് പിന്നിൽ നിന്ന ശേഷം വിജയിച്ച് കയറിയതാണ്. ആ വിജയിച്ച് കയറിയതായതുകൊണ്ട് തന്നെ അവിടെ രാജിവെച്ച് കഴിഞ്ഞാൽ, ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്ല, ഉറപ്പായിട്ടും അവിടെ അബ്ദുൾ റഷീദ് തന്നെ രണ്ടാമതും സ്ഥാനാർത്ഥിയാകും. അബ്ദുൾ റഷീദ് അവിടെ നിന്ന് വിജയിച്ച് കയറുകയും ചെയ്യും. അപ്പോൾ രാജി എന്ന് പറയുന്നത് അതിബുദ്ധിയായി പോകും. പക്ഷേ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം രാജി അത് ഏറ്റവും
ഉത്തമമായ തീരുമാനമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പിണറായി വിജയനെ നിയമസഭയിൽ കാത്തിരിക്കുന്നത് വലിയ അപകടമാണ്, വലിയ ആപത്താണ്. എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് ട്രെയിനിന് തലവെക്കുക എന്ന് പറയുന്ന ഏർപ്പാടില്ലേ, അതായി മാറുമെന്നുള്ളതാ. മനസ്സിലായില്ലേ? കാരണം കഴിഞ്ഞ കാലങ്ങളിൽ ഷാജി നിയമസഭയിൽ ഉണ്ടായിരുന്ന കാലത്തൊക്കെ ഷാജി ചെയ്തതും പറഞ്ഞതും അതും പ്രതിപക്ഷ നിരയിൽ ഇരുന്നു കൊണ്ടാണ് അന്ന് ഷാജി വർത്താനം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇത്തവണ ഷാജി ഇരിക്കാൻ പോകുന്നത് ഭരണപക്ഷ ബെഞ്ചിലാണ്, ട്രഷറി ബെഞ്ചിലാണ്. മാത്രവുമല്ല, ഷാജി ഇരിക്കാൻ പോകുന്നത് ക്യാബിനറ്റ് പദവിയോടുകൂടിയാ. ഇനി ക്യാബിനറ്റ് പദവി ഉണ്ടായാലും ഇല്ലെങ്കിലും അയാൾ ലക്ഷ്യമിടുന്നത് പിണറായി വിജയനെയാ. അയാൾ ആവർത്തിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ അയാൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇവൻ വയനാട്ടിലെ ടൗൺഷിപ്പിന്റെ കാര്യം അടങ്ങുന്ന കാര്യങ്ങളിൽ എണ്ണി കണക്ക് പറയിപ്പിക്കുമെന്നുള്ള ഒരു നിർബന്ധത്തോടു കൂടിയാണ് KM ഷാജി ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. പിണറായി വിജയനോട് പറയാനുള്ളത് ദയവ് ചെയ്ത് തലവെച്ച് കൊടുക്കണ്ട എന്നുള്ളതാ. കാരണം വലിയ പരിതാപകരമായി പോകും ഇത്തവണത്തെ അവസ്ഥ. ആകെ 35 ഉള്ളൂ. ഒച്ചയും ബഹളം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോകുക എന്നുള്ളതല്ലാതെ മറുപടി പറയാൻ കഴിയില്ല. മാത്രവുമല്ല, ഇത് മറുപടി പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലത്തെ കൊള്ളക്കുള്ള ചോദ്യങ്ങളാണ്, കണക്ക് പറയിപ്പിക്കലായിരിക്കും ഇത്തവണ നിയമസഭക്കകത്ത് നടക്കാൻ പോകുന്നത് എന്നുള്ളതാ. അതുകൊണ്ട് നിയമസഭയിൽ എങ്ങനെങ്കിലും ഇനി സഭാ സമ്മേളനം ഉണ്ടാകുമ്പോൾ ആദ്യമേ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്തിട്ട് മെല്ലെ ഒഴിഞ്ഞു മാറി എന്തെങ്കിലും ഒരു കാരണമൊക്കെ പറഞ്ഞ്, ഇനി ശാരീരിക ബുദ്ധിമുട്ടെന്നോ എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് മെല്ലെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതായിരിക്കും ബുദ്ധി എന്നുള്ളതാ. മനസ്സിലായില്ലേ? കാരണം ഷാജി അവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അബ്ദുൾ റഷീദിൻ്റെ മുമ്പിൽ ആദ്യ 6 റൗണ്ട് വറച്ചതുപോലെ ആയിരിക്കില്ല ഷാജിയുടെ മുന്നിൽ പെട്ടാലുണ്ടാകുന്ന അവസ്ഥ. ഷാജി എല്ലാം കണക്ക് കൂട്ടിയിട്ട് തന്നെയാണ് സഭയിലേക്ക് വരുന്നത്. അതുകൊണ്ട് അത് ബുദ്ധിപരമായ ഒരു നീക്കമാകില്ല എന്നുള്ളത് പിണറായി വിജയന് ബോധ്യം ഉണ്ടാവും കേട്ടോ. പിണറായി വിജയന് ബോധ്യമില്ലാതിരിക്കുന്നില്ലല്ലോ. പിന്നെ പഴയ പോലെ കുഴലൂത്തുകാരൊന്നും ചുറ്റിലില്ല. എന്തെങ്കിലും തെറ്റിദ്ധാരണയുടെ പേരിലാണ് പോകുന്നതെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി മാറും എന്നുള്ളതാണ്. കൃത്യമായിട്ട് കണക്കുകൾ ഒരുപാട് പറയിപ്പിക്കാനുണ്ട്. വയനാട്ടിലെ ടൗൺഷിപ്പുണ്ട്, ടൗൺഷിപ്പിൻ്റെ മറവിൽ നടത്തിയ കൊള്ളയുണ്ട്, പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയതുണ്ട്, അയ്യപ്പൻ്റെ സ്വർണം കട്ടതുണ്ട്. ഇതിലൊക്കെ തീരുമോ? ഇതിലൊന്നും തീരൂല. ലീഗുകാരനെ പറ്റിച്ചതുണ്ട്, ഭൂമി നൽകാന്ന് പറഞ്ഞിട്ട് ലീഗുകാരനെയും കോൺഗ്രസ്സുകാരനെയും പറ്റിച്ചതുണ്ട്. അങ്ങനെ പറ്റിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും തട്ടിപ്പിൻ്റെയും ഒക്കെ പര്യായമായിട്ടുള്ള ഒരുപാടധികം കണക്കുകൾ ഇത്തവണ പറയേണ്ടി വരും, പറയിപ്പിക്കും. കാരണം ഇതൊക്കെ കഴിഞ്ഞ 5 വർഷം, ഈ റീസെൻ്റ്ലി ഉള്ള 5 വർഷക്കാലം ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷനുകളൊക്കെ ഓരോന്നായിട്ട് നടത്തിയിട്ടുണ്ട്. എല്ലാം ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കണക്ക് കൂട്ടിയും കുറച്ചും കിഴിച്ചും ഗുണിച്ചും ഹരിച്ചും എല്ലാം കൃത്യമാക്കി വെച്ചിട്ടുണ്ട്. പലിശയടക്കം കണക്ക് കൂട്ടി എഴുതി വെച്ചിട്ടുണ്ട്. ഉത്തരം പറയേണ്ടി വരും. സഖാക്കളെ ഉത്തരം പറയേണ്ടി വരും. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ രാജാവിനെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം. നിങ്ങൾക്ക് കുറച്ച് എന്തെങ്കിലും ഒരു മൂളയിൽ എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടെങ്കിൽ പിണറായി വിജയനെ നിയമസഭക്കകത്ത് വെറുതെ കൊണ്ടുപോയിട്ട് ബലി കൊടുക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു പ്രശ്നമായിട്ടുണ്ട്. പിന്നെ അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് 10 വർഷം ഇരുന്ന വ്യക്തിയാ. ഇതൊക്കെയുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി പിച്ചിച്ചീന്തപ്പെടുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണേണ്ടി വരും. മറുപടികൾ പറയാൻ അദ്ദേഹത്തിന് ഉണ്ടാവില്ല. കാരണം എല്ലാം വളരെ കൃത്യമായിട്ട് ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം മൂർച്ച കൂട്ടി വെച്ചിട്ടാണുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാം തയ്യാറാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അപകടത്തിൽ, ഈ ട്രെയിനിന് പോയിട്ട് തല വെച്ച് കൊടുക്കുന്ന ഏർപ്പാടിന് ബുദ്ധി ഉണ്ടെങ്കിൽ അതിന് നിൽക്കൂല. ഒന്നില്ലെങ്കിൽ രണ്ട് ഓപ്ഷനാണ് വിജയൻ്റെ മുമ്പിലുള്ളത്. ഒന്നില്ലെങ്കിൽ നിയമസഭയിൽ പോകാതിരിക്കണം,
നിരന്തരമായിട്ട് അവധി പറഞ്ഞ് ശാരീരിക പ്രശ്നങ്ങൾ പറഞ്ഞ് പോകാതിരിക്കണം. ഇനി അതല്ല, മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് രാജിവെക്കലാണ്. ധർമ്മടത്ത് രാജിവെച്ചാൽ പിന്നെ അതിനേക്കാളും വലിയ നാണക്കേടിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം എന്ന് പറയുന്നത് രാജിവെച്ച് കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അപ്പോൾ പിന്നെ വീണ്ടും കാര്യങ്ങൾ കുഴഞ്ഞു മറിയും. എന്താണെങ്കിലും രണ്ട് ഓപ്ഷൻ ഏത് വേണമെന്നുള്ളത് സഖാക്കൾക്ക് തീരുമാനിക്കാം. ഷാജി ഉണ്ട് നിയമസഭയിൽ എന്നുള്ളത് ഓർത്തുകൊണ്ട് വേണം എന്ത് തീരുമാനമെടുക്കുന്നതും. അത് മൈൻഡിൽ വേണം, അത് മൈൻഡിൽ ഉണ്ടാവണം, അത് ഓർമ്മയിൽ ഉണ്ടാവണം. ഷാജി ഉണ്ട് നിയമസഭയിൽ, ഷാജി ഉണ്ട് പലതിനും കണക്ക് ചോദിക്കാൻ, വേട്ടയാടപ്പെട്ടതിന്. മനസ്സിലായില്ലേ? അയാള് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എത്തുന്നത് പോലും സുപ്രീം കോടതിയിൽ ചെന്നിട്ട് ആ സുപ്രീം കോടതിയിൽ നിന്നുള്ള ഓരോ വിധിയുടെ പിൻബലത്തിലാണ് ആ മനുഷ്യൻ ഇത്തവണ മത്സര രംഗത്തേക്ക് എത്തുന്നത് പോലും. ആരൊക്കെ ചോദിച്ചാലും ഇല്ലെങ്കിലും ഷാജി കണക്ക് പറയിപ്പിക്കും. അതുകൊണ്ട് വിജയൻ എങ്ങനെങ്കിലും എന്തെങ്കിലും, ഇനിയിപ്പം ഞാൻ പറഞ്ഞ രണ്ട് ഓപ്ഷൻ അല്ലാത്ത എന്തെങ്കിലും ഓപ്ഷൻ കണ്ടെത്താൻ കഴിയെങ്കിൽ അങ്ങനെ അത് കണ്ടെത്തിയിട്ട് മാറിപ്പോകുന്നതായിരിക്കും, ഒന്ന് ഒഴിഞ്ഞു മാറുന്നതായിരിക്കും. കാരണം ധൈര്യം കാണിച്ചിട്ടല്ല ബുദ്ധി കാണിക്കുന്നത്. ചില സമയങ്ങളിൽ ബുദ്ധി അത് മെല്ലെ മുങ്ങലാണ് ബുദ്ധി ചില സമയത്ത്. അല്ലാതെ നെഞ്ചും വിരിച്ചു നിന്നിട്ട് ബുദ്ധി കാണിക്കാൻ പറ്റൂല. അങ്ങനെ എല്ലായ്പ്പോഴും അങ്ങനെ പറ്റില്ല എന്നുള്ളതാ. ചില സമയത്ത് മെല്ലെ സ്കൂട്ടാവേണ്ടി വരും. അപ്പോൾ ഇത്തവണ വിജയനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിൽ ഹാജരാവാതെ സ്കൂട്ടാവുക എന്നുള്ളത് തന്നെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. കാരണം ഷാജി ഉണ്ട്. ഷാജി വെറുതെയല്ല വരുന്നത്, കണക്ക് ഓരോന്നോരോന്നായിട്ട് ചോദിക്കാൻ തന്നെയാണ് ഷാജി നിയമസഭയിലേക്ക് എത്തുന്നത്.